ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നും ഞാനൊരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ രാവിലെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ വൈകുന്നേരങ്ങളാണ് കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു കേട്ടോ കൈയോടെ. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വരാൻ പോയി കേട്ടോ. ഇവിടെ 4 വെറും മരങ്ങളായ കാരണം കുപ്പയ്ക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. റബ്ബർ തൊടിയാണേ 4 വെറും. അപ്പോൾ അതിൻ്റെ കുപ്പയൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാറ്റുകാലം കൂടി ആയ കാരണം നല്ല ഇല പൊഴിയുന്ന ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ അടിച്ചോരിയാലും അടിച്ചോരിയില്ലാന്നേ തോന്നുള്ളൂ കേട്ടോ. രാവിലെയൊക്കെ ഒന്ന് അടിച്ചോരി ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴത്തേനും നമ്മൾ വീടൊന്നും അടിച്ചോരിയിട്ടില്ലാന്ന് തന്നെ തോന്നും കേട്ടോ. അതേപോലെ കുപ്പ പിന്നെയും വന്നിട്ടുണ്ടാവും. അത് കാരണം അവിടേക്ക് ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി കേട്ടോ. വേഗം അടിച്ചോരി വൃത്തിയാക്കിയിട്ട് തുണികൾ എടുത്ത് വയ്ക്കുകയാണേ. അതുമല്ല ആ അപ്പുറത്ത് പാടാണല്ലോ, അപ്പോൾ കാറ്റ് നല്ലോണം വീശിട്ടോ ഇവിടേക്ക്. അപ്പോൾ വേഗം ആ സൈഡിട്ട് തുണികളൊക്കെ വേഗം ഉണങ്ങുകയും അപ്പോൾ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ പാടത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ കൊയ്ത്ത് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊയ്യായിരുന്നു കേട്ടോ പാടമൊക്കെ. ഇനി ഈ പാടം കൊയ്ത് കഴിഞ്ഞാൽ ഈ പാടത്ത് വെച്ചിട്ടാവും കേട്ടോ നമ്മുടെ അയ്യപ്പമളക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വെച്ചിട്ടാവും അയ്യപ്പമളക്ക് ഉണ്ടാവുക. അത് കാരണം കേട്ടോ ഈ ടൈമാകുമ്പോൾ ഇവിടെ കൊയ്യണത് എപ്പോഴും ഈ ഒരു ടൈമാകുമ്പോൾ തന്നെയാണ്. ഡിസംബർ ജനുവരി അങ്ങനെ ആ ടൈമാകുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഭാഗം കൊയ്യൽ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അത് ആ കാണുന്ന വൈറ്റ് കളറില്ലേ, അതാണ് കേട്ടോ ഭജനമഠം. അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മലയാളം മാസം 1-ാം തീയതി അവിടെ പൂജയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പിന്നെ മണ്ഡലകാലം ആയ കാരണം 41 ദിവസം അവിടെ വിളക്ക് വയ്ക്കലുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു ടൈം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മണി ആ ടൈം ആകുമ്പോൾ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നോട്ടെ, ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.